ഭാഷ ശരിയായി പ്രയോഗിക്കുക എന്നതുപോലെ പ്രധാനമാണ് ഭാഷാ പ്രയോഗത്തിലെ സ്ഥിരത ഉറപ്പാക്കുക എന്നത്. മാധ്യമങ്ങൾക്ക് ഇവ രണ്ടും സുപ്രധാനമാണ്. ശരിയായ പ്രയോഗവും അതിലെ സ്ഥിരതയും ഒക്കെ ചേർന്നാണ് മാധ്യമ ശൈലി തന്നെ രൂപപ്പെടുന്നത്. ഒന്നോർത്താൽ പലപ്പോഴും ഭാഷാ പ്രയോഗത്തിലെ സ്ഥിരതയാണ് ഭാഷാ ശൈലിയായി അല്ലെങ്കിൽ മാധ്യമ ശൈലിയായി ഒക്കെ പലപ്പോഴും നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. ഒരേ വാക്കിന് രണ്ട് രീതിയിൽ എഴുതുന്ന പണി പണ്ടേ പത്രങ്ങൾ നിർത്തിയതാണ്. അത് ശൈലിക്ക് വിരുദ്ധമാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷെ ചിലപ്പോഴൊക്കെ ഒരു പേജിൽ ഒരു വാർത്തയിൽ ഒരേ വാക്കിന് രണ്ട് രീതിയിൽ എഴുതുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. പറ്റിപ്പോകുന്നതാകാം. ഈയിടെ സംസ്ഥാനത്തെ സർവകലാശാലകൾക്ക് വൈസ് ചാൻസലർമാരെ തീരുമാനിക്കാനാകുന്നില്ല എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. VC നിയമനവുമായി ബന്ധപ്പെട്ട തർക്കം മൂത്ത് ഒടുവിൽ സുപ്രീം കോടതിയിലെത്തി. എന്നിട്ട് സുപ്രീം കോടതി ഒരു സമിതിയെ വെച്ചിട്ട് ഈ സമിതി പേരുകൾ തീരുമാനിക്കുമെന്ന മട്ടിൽ ഒരു ഉത്തരവിറക്കി. സമിതി നൽകിയ പേരുകൾ ഗവർണർ അംഗീകരിക്കുന്നില്ല എന്ന പരാതി സുപ്രീം കോടതിയിലെത്തിയപ്പോൾ സുപ്രീം കോടതി വിമർശനം ഉന്നയിച്ചു എന്നതാണ് വാർത്ത. ഒരു പത്രത്തിൽ സുപ്രീം കോടതി പരാമർശമായി ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: സുധാൻഷു ധൂലിയ സമിതിയുടെ റിപ്പോർട്ട് വെറും കടലാസ കഷ്ണമല്ല എന്ന്. കോടതിയുടെ വാക്കാലുള്ള പരാമർശമാണ്. ഇത് കണ്ടപ്പോൾ പെട്ടെന്നാണ് ഓർമ്മ വന്നത്, സുധാൻഷു എന്നത് തെറ്റാണ്, സുധാംശു എന്നാണ് ആ പേര്. ഇംഗ്ലീഷിൽ എഴുതിയത് കണ്ടിട്ട് ആവാം ഒരുപക്ഷെ പത്രത്തിൽ മലയാളത്തിൽ സുധാൻഷു എന്നെഴുതിയത്. അത് ഷു എന്ന അക്ഷരം വരേണ്ടിടത്ത് ഷു ആയിപ്പോയി എന്നതാണ്. ഈ പേരിന്റെ കൃത്യത അറിയണമായിരുന്നെങ്കിൽ സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ വെറുതെ നോക്കിയാൽ മതിയായിരുന്നു. അവിടെ ഹിന്ദിയിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് സുധാംശു എന്നത്. ഇവിടെ പറയാൻ വന്നത് ജഡ്ജിയുടെ പേരിന്റെ കാര്യം മാത്രമല്ല, കഷണം എന്ന വാക്കിന്റെ രണ്ട് രൂപത്തിലുള്ള പ്രയോഗമാണ്. കടലാസ കഷണം എന്ന് ഒരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. വാർത്തയിൽ കഷണം എന്നും അതിനോടൊപ്പമുള്ള ഒരു ഭാഗത്ത് വലിയ അക്ഷരത്തിൽ കഷ്ണം എന്നും എഴുതിയിട്ടുണ്ട്. കഷ്ണവും കണ്ടപ്പോൾ വെറുതെ ഒരു കൗതുകം തോന്നി. ഇത് രണ്ടും ഒന്ന് തന്നെയാണോ, അതോ രണ്ടും ശരി തന്നെയാണോ എന്നൊന്നറിഞ്ഞാലോ? അങ്ങനെ നോക്കുമ്പോഴാണ് കഷണം എന്ന വാക്കിന്റെ വരവിനെക്കുറിച്ചുള്ള ചില ധാരണകൾ കിട്ടുന്നത്. മലയാളത്തിൽ കഷ എന്നാൽ ഉരസുന്ന എന്നാണ് അർത്ഥം. ചാട്ടവാറണം കഷ എന്ന് പറയാറുണ്ട്. ആദ്യകാലത്തൊക്കെ കഷണം എന്ന വാക്കിന്റെ അർത്ഥം പാകം വരാത്തത്, ഉരച്ച് കളയുന്നത് എന്നൊക്കെയായിരുന്നു. ഇങ്ങനെ ഉരച്ച് കളയുന്നത് ഒരു തുണ്ടായി മാറുമല്ലോ. അതുകൊണ്ട് പിന്നീട് കഷണം എന്നത് തുണ്ട് എന്ന അർത്ഥത്തിൽ പറയാൻ തുടങ്ങി. അത് അർത്ഥഭേദം വന്നതിന്റെ ഭാഗമായി അങ്ങനെ സംഭവിച്ചതാണ്. ഈ കഷണം എന്നതിൻ്റെ ഒരു രൂപഭേദം തന്നെയാണ് കഷ്ണം എന്നെഴുതുന്നത്. അങ്ങനെ നോക്കുമ്പോൾ രണ്ടും ശരി തന്നെയാണ്. പക്ഷേ ശരിയായ പ്രയോഗം നടത്തുമ്പോഴും സ്ഥിരമായി ഒരു രീതി പ്രയോഗിക്കുന്നതാണ് ഭാഷാശൈലിക്ക് ഉചിതം. ഇനി കഷ്ണം എന്ന വാക്കിന് വേറെയും അർത്ഥങ്ങളുണ്ട്. സാരം എന്ന് പറയാറുണ്ട്, ക്ലേശം എന്നും പറയാറുണ്ട്. വാർത്തയിൽ കഷ്ണം കൊണ്ടുള്ള ക്ലേശമൊക്കെ കഴിഞ്ഞപ്പോൾ വൈസ് ചാൻസലർമാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പക്ഷേ ഈ തീരുമാനത്തിന്റെ സാരം പത്രങ്ങൾ പല രീതിയിലാണ് കണ്ടതെന്ന് മാത്രം. ഒത്തുതീർപ്പായി എന്ന മട്ടിൽ എഴുതിയ ചില പത്രങ്ങളുണ്ട്. സമവായത്തിന്റെ കാര്യം പറഞ്ഞവരുമുണ്ട്. ഒരാൾ മറ്റൊരാൾക്ക് വഴങ്ങിയെന്നോ അല്ലെങ്കിൽ അന്യോന്യം വഴങ്ങി എന്നോ ഒക്കെ പറയുന്നവരുമുണ്ട്. അത്തരത്തിലുള്ള പല ശീർഷകങ്ങൾ പല പത്രങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അതിനിടെ മറ്റൊരു പത്രത്തിൽ ഒരു ശീർഷകം കണ്ടു, VC പോരിൽ സമനില 1-1 എന്ന്. ഏതാണ്ട് ഗോൾ അടിക്കും പോലെയുള്ള ഒരു ശീർഷകമാണ്. ഒരു കളിയുടെ ഒരു സംഘർഷത്തിൻ്റെയൊക്കെ ഫലം എഴുതും പോലുള്ള ഒരു എഴുത്ത്. മറ്റൊരു പത്രത്തിൽ നാടകാന്തം ഒത്തുതീർപ്പ് എന്നായി ശീർഷകം. അവിടെയും പറയുന്നുണ്ട് സുപ്രീം കോടതിയിൽ ചെല്ലുമ്പോൾ കളി മാറുമെന്ന്. ഇവിടെ സ്കോർ എഴുതുന്നില്ലെന്നേ ഉള്ളൂ, കളിയുടെ കാര്യം പറയുന്നുമുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സ്ഥലത്ത് ദേശീയപാത ഇടിഞ്ഞു വീണത്. കൊല്ലം ജില്ലയിലെ കൊട്ടിയത്തായിരുന്നു ഈ സംഭവം. ഈ വാർത്തയെ ഒരു പത്രം കൊടും പാതകം എന്നാണ് എഴുതി കണ്ടത്. അത് 2 മഷിയിൽ അച്ചടിച്ചപ്പോൾ പാതയെന്നും വരുന്നുണ്ട്, പാതകമെന്നും വേണമെങ്കിൽ വായിക്കാം. പെട്ടെന്ന് ഓർമ്മ വന്നത്, മുൻപൊരിക്കൽ വടക്കൻ കേരളത്തിൽ ഇതുപോലെ ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നപ്പോൾ മാതൃഭൂമി പത്രം എഴുതിയിരുന്നു എന്ത് പാതകമെന്ന്. മാസങ്ങൾക്ക് ശേഷം വീണ്ടും പാതകം ശീർഷകമായി വരുന്നു മറ്റൊരു പത്രത്തിൽ. ഇതേ പത്രത്തിൽ ആശങ്കപാത എന്നും എഴുതിയിട്ടുണ്ട്. ഉയരപ്പാത വൻ ഗർത്തമായി എന്ന് വേറൊരു പത്രത്തിൽ എഴുതി കണ്ടിരുന്നു. ഏതാണ്ട് അതേ സമയത്താണ് ഒരു സ്വകാര്യ വിമാന കമ്പനി ഉണ്ടാക്കിയ പ്രതിസന്ധി വാർത്തകളിലൊക്കെ നിറഞ്ഞത്. ആ സമയത്ത് വിമാനക്കൂലിക്ക് ഒരു നിയന്ത്രണം കൊണ്ടുവന്നുകൊണ്ട് സർക്കാർ ഒരു ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം കൂടെ ചേർത്ത് വാർത്തയായപ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. റോഡ് ഇടിഞ്ഞ് താഴ്ന്നതിന്
പിളർന്ന് ഭൂമി എന്നാണ് മാതൃഭൂമി എഴുതിയിരുന്നത്. പക്ഷെ അതേ ദിവസം തന്നെ ഈ വിമാനക്കൂലിയുടെ കാര്യം വന്നപ്പോൾ രണ്ടും ചേർത്ത് ഒരു പേജ് തയ്യാറാക്കുകയാണ് അവർ ചെയ്തത്. ഒരിടത്ത് ശൂന്യാകാശം, തൊട്ടിപ്പുറത്ത് പിളർന്ന് ഭൂമി. മറ്റൊരു പത്രത്തിൽ ആകാശ കൊള്ളയ്ക്ക് മൂക്കുകയർ എന്നാണ് കണ്ടത്. സരസമായ ഇത്തരം പ്രയോഗങ്ങൾക്ക് മൂക്കുകയർ വീഴാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാനേ പറ്റൂ.